ഞങ്ങളെ സംബന്ധിച്ച് 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ചില വാർത്താ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടും ചില പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5ഓ 8ഓ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു എക്സിറ്റ് പോളിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്ന വസ്തുത അതാണ്. ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ് എന്ന് ആ സർവേ തന്നെ പറയുന്നു. പിന്നെ അസംഭാവ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളാണ്. ഞാനതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് മുമ്പ് ഉദ്ദേശിക്കുന്നില്ല. 14 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നതാണ് ചില സർവേ. എന്ത് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സർവേയാണ്? ഒരു സീറ്റും BJPക്ക് ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നില്ല. എല്ലാവരും, നിയമം ഉൾപ്പെടെ ഒരു സീറ്റും ഈ കേരളത്തിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നതല്ല കേരളത്തിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. അതുകൊണ്ട് അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ 7 സീറ്റ് 14 സീറ്റൊക്കെ BJPക്ക് ലഭിക്കുമെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ ആത്മനിഷ്ഠ ഘടകം ചില പത്രങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. UDFനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചവർ സർവേ നടത്തിയാൽ ആ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നാൽ അവർ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാത്തേ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ ഒരു പത്രവും പാർട്ടി ഒന്നുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചു. 94 സീറ്റ് വരെ UDFന് പറയുന്നുണ്ട്. അതേസമയം അത് ഞാൻ പറഞ്ഞു, ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത്രയും കാണി. പിണറായി വിജയനെ മുൻനിർത്തി നടത്തിയ പ്രചരണം ഫലിച്ചു എന്നാണോ ഈ അദ്ദേഹത്തിന്റെ വ്യക്തി അതാണോ കാണിക്കുന്നത്? അതല്ലേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം, അത് ഉയർത്തി മുമ്പോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 100+ പോകുന്നുള്ളതായിരുന്നു UDFൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ വനവാസത്തിലേക്ക് പോകുന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ സർവേയിലൂടെ തന്നെ അതിനൊന്നും സാധ്യതയില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഉള്ളത്.